കേരളത്തിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ് സുപ്രീം കോടതിക്കുള്ളത്. ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്നാണ് അങ്ങോട്ട് പോകുന്ന ഓരോ ശബരിമല പ്രതികളോടും സുപ്രീം കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാലമെത്രയും തട്ടിച്ചും പറ്റിച്ചും ജീവിച്ചവർ ഹൈക്കോടതിക്കും മുകളിൽ ഒരു കോടതിയുണ്ടല്ലോ എന്നും പറഞ്ഞ് ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് രക്ഷപ്പെടാമെന്നുള്ള ധാരണ അതങ്ങ് മതിയാക്കുന്നതാണ് ഇനി നല്ലത്. പറഞ്ഞു വരുന്നത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു എന്ന CPM നേതാവ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത് മാസങ്ങളായി. അവസാന പ്രതീക്ഷ എന്ന പേരിൽ പണമെറിഞ്ഞു രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലോ എന്നറിയില്ല, സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. അതോടെ തീർന്നു വാസുവിൻ്റെ കഥ എന്ന് തന്നെ പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന സമയത്താണ് എൻ വാസു അയ്യപ്പൻ്റെ സ്വർണമെല്ലാം വിറ്റ് കാശാക്കിയത്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ സുപ്രീം കോടതി ആ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണം ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തനിക്ക് വീട്ടിലിരിക്കാമല്ലോ എന്നൊരു പൂതി വാസുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ കസ്റ്റഡി അനിവാര്യമല്ല എന്നായിരുന്നു വാസുവിൻ്റെ സുപ്രീം കോടതിയിലെ വിചിത്രവാദം. അതുപോലെ പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നായിരുന്നു അദ്ദേഹം അപ്പീലിൽ പറഞ്ഞത്. മോഷ്ടിക്കുമ്പോൾ ഈ പ്രായമൊന്നും വാസു ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എന്നാൽ എല്ലാം കേട്ട സുപ്രീം കോടതി ഇതെല്ലാം തള്ളി ദൂരെ എറിഞ്ഞു. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. ഈ ഹർജി നൽകിയ വാസുവിനോട് ദൈവത്തെയെല്ലാം കൊള്ളയടിച്ചില്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ചോദ്യം ഒരു വാസുവിനോടായിട്ടല്ല സുപ്രീം കോടതി ചോദിച്ചത്, മറിച്ച് വാസുവും പത്മകുമാറും പ്രശാന്തും കടകംപള്ളിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു നേതാക്കളുടെ കൂട്ടായ്മ, ഒരു മോഷണ സംഘം, അവർ നടത്തിയ തട്ടിപ്പിനെയും അവരെയെല്ലാം സംരക്ഷിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കേട്ടത്. ഇനി ഈ കേസിൽ ആര് സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചു ശക്തമായ ചോദ്യമാണ് അവിടെ നിന്നും ചോദിക്കാൻ പോകുന്നത്. അത് അവസാനം പിണറായി വിജയൻ വരെ കരുതിയിരിക്കണം. ഈ ശബരിമല മോഷണം വ്യക്തമായി മനസ്സിലാക്കിയ സുപ്രീം കോടതിയിൽ നിന്നും ഇനി ഒരു ദയയും ഈ മോഷണക്കേസിൽ പ്രതികൾ ആരും തന്നെ പ്രതീക്ഷിക്കണ്ട. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനാലയം കൊള്ളയടിച്ചത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് സുപ്രീം കോടതി അവിടെ എഴുതി വച്ചതുപോലെയാണുള്ളത്. അവിടെ നിന്ന് കിട്ടാൻ പോകുന്ന തിരിച്ചടി ഈ മുഖ്യമന്ത്രിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും എന്നുറപ്പായി കഴിഞ്ഞു. അതാണ് സുപ്രീം കോടതി ഇന്ന് ചോദിച്ചത്, ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിച്ചവരല്ലേ എന്നുള്ളത്.